ഈ ക്ഷേത്രങ്ങളൊക്കെ എവിടെ നിന്നാണ് വന്നത്? എന്തുകൊണ്ടാണ് ഇപ്പോഴും തിരുവിതാംകൂർ ദേവസ്വം ബോർഡെന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് കേരള ദേവസ്വം ബോർഡെന്ന് പറയാത്തത്? തിരുവിതാംകൂർ മഹാരാജാവായിരുന്നു ഈ ക്ഷേത്രങ്ങളുടെ മുഴുവൻ അധികാരി. അപ്പോൾ ഭരണം മാറിയപ്പോൾ ഒരു കവനൻറ്റ് എഴുതി ഒപ്പിട്ടിട്ടാണ് ഈ ക്ഷേത്രങ്ങൾ മുഴുവൻ, എക്സെപ്റ്റ് പത്മനാഭസ്വാമി ക്ഷേത്രം ഒഴികെ ബാക്കി ക്ഷേത്രങ്ങളൊക്കെ കൊടുക്കുമ്പോൾ കവനൻറ്റിൽ പറയുന്നുണ്ട്, ഇത് നേരിട്ട് ഗവൺമെൻറ് നടത്താൻ പാടില്ല. ഇതിനു വേണ്ടി ഭക്തന്മാരുടേതായിട്ടുള്ള, വിശ്വാസികളുടേതായിട്ടുള്ള ഒരു ബോർഡ് ഉണ്ടാവണം. ആ ബോർഡിനായിരിക്കണം പരമാധികാരം. ബോർഡിൻ്റെ ദൈനംദിന ഭരണത്തിലൊന്നും ഗവൺമെൻറ് ഇടപെടുന്നില്ല. ഒരു വലിയ പ്രചാരണം നടക്കുന്നുണ്ടായിരുന്ന ഇടയ്ക്ക്, എന്താണ്, അവിടുന്ന് പത്മനാഭസ്വാമി ഇവിടുന്ന് കിട്ടുന്ന പൈസ എല്ലാം കൊണ്ട് വേറെ പലതിനും കൊടുക്കുകയാണ്. അത് ധ്രുവീകരണം ഉണ്ടാവാനും ആശയക്കുഴപ്പമുണ്ടാക്കാനുമായിട്ട് ഗവൺമെൻറ് ദേവസ്വം ബോർഡിൻ്റെ 10 പൈസ പോലും തൊടാൻ സാധ്യവുമല്ല. എന്തിന്? ദേവസ്വം ബോർഡിന് തന്നെ ഫിക്സഡ് ആയിട്ടിരിക്കുന്ന പൈസ എടുക്കാൻ സാധ്യമല്ല, കോടതി പറയണം. അല്ല, പലിശ മാത്രം എടുത്തിട്ട് കാര്യങ്ങൾ നടത്താൻ അനുവാദമുള്ളൂ. അത്രയും നിയന്ത്രണങ്ങളുണ്ട്. അതുകൊണ്ട് ഭക്തന്മാർ കൊണ്ടെടുത്ത പൈസ മുഴുവൻ എടുത്ത് വേറെ ആളുകൾക്ക് കൊടുക്കുന്നു എന്ന് പറയുന്ന വളരെ ചെറിയ ഒരു ദുഷ്പ്രചരണമാണ്. ഇൻഫാക്റ്റ് ഗവൺമെൻറ് അങ്ങോട്ടാണ് കാശ് കൊടുക്കുന്നത്.